പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വചനം നെക്സ്റ്റ് ജനറേഷനോട് ബന്ധപ്പെട്ടാണ്, അടുത്ത തലമുറയോട് ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശം. പുതിയ ജനറേഷൻ ജനിച്ചേ മതിയാകുകയുള്ളൂ, പുതിയ ഒരു തലമുറ ജനിച്ചേ മതിയാകുകയുള്ളൂ. അതിനുവേണ്ടി ഒരു സന്ദേശം. എന്തുകൊണ്ട് ജനിക്കാതിരിക്കുന്നു, അതിനുള്ള തടസ്സം എന്താണ്, ആ തടസ്സത്തെ സഭ എങ്ങനെ ജയിക്കണം, ഈ ഒരു ആലോചന വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നൽകാം. ചെറിയ സമയം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ മിനിസ്ട്രിക്ക് പോയ ഒരു കോൺഫറൻസിന് 15 മിനിറ്റാണ് കിട്ടണേ, 15 മിനിറ്റ്സാണ് കിട്ടണേ. റൈറ്റ് ഫാസ്റ്റ് അല്ലേ, 15 മിനിറ്റ്സ് അല്ലെ 20 മിനിറ്റ്സ് ഒക്കെയാണ് അവിടെ നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഒത്തിരി സമയമെടുത്ത് പ്രസംഗിക്കുന്ന സന്ദേശങ്ങളെക്കാൾ വളരെ ഷോർട്ട് ടൈമിൽ കിട്ടുന്ന ഏറ്റവും നല്ല സന്ദേശം ബ്ലെസ്സിങ് ആണ്. ബുക്ക് ഓഫ് എസ്തർ, എസ്തറിൻ്റെ പുസ്തകം അടുത്ത ജനറേഷൻ്റെ ബുക്കാണ്. ബുക്ക് ഓഫ് എസ്തർ. ഓപ്പൺ യുവർ ബൈബിൾ. ദയവ് ചെയ്ത് നിങ്ങളുടെ വിശുദ്ധ തിരുവെഴുത്ത് നിങ്ങൾ തുറന്ന് 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്. ആ പദം ഞാൻ ദൈവമക്കൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. എസ്തറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം അഹശ്വരേഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. ഓക്കെ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാമാനെ കുറിച്ച് അറിയാൻ വയ്യാത്തവർ ഇവിടെ ഇല്ല. ആ പുസ്തകത്തിൻ്റെ അകത്ത് കുറേ വ്യക്തികളുണ്ട്. അഹശ്വരേഷ്, ഹാമാൻ, മൊർദെഖായി, എസ്തർ, ഇതൊക്കെ ആ പുസ്തകത്തിൻ്റെ കഥാപാത്രങ്ങളാണ്. എന്നാൽ ആ വാക്യത്തിൻ്റെ അകത്ത് എന്ത് ജനറേഷനാണ് ഉള്ളതെന്ന് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, അഹശ്വരേഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം തന്നോട് കൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാൻ. ഹാമാന് കൊടുത്തിരിക്കുന്ന പദപ്രയോഗങ്ങളാണ് നമ്മളവിടെ വായിച്ചത്. ആഗാഗ്യനായ എന്ന് വെച്ചാൽ എസ്തറിൻ്റെ പുസ്തകത്തിൽ അത്രമാത്രമുള്ള വിശേഷണമേ കൊടുത്തിട്ടുള്ളെങ്കിലും ആഗാഗ് ആരാണെന്ന് അറിയുമ്പോഴാണ് ഹാമാൻ ആരാണെന്ന് അറിയുന്നത്. ആഗാഗ് ആരാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം. വിശുദ്ധ തിരുവെഴുത്ത് അറിയാവുന്ന ദൈവമക്കളാണ് എങ്കിലും ജസ്റ്റ് അതൊന്ന് നോക്കാം, ഒന്ന് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. 15-8. അമാല്യക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. അവിടെ ആഗാഗ് ആരാണെന്നുള്ളത് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അമാല്യക്കരുടെ രാജാവായ ആഗാഗ്. ഹാമാൻ ആഗാഗ്യനാണ്, ആഗാഗ് അമാല്യക്കനാണ്. എങ്കിൽ ചേർത്ത് വായിച്ചാൽ ഹാമാൻ അമാല്യക്കനാണ്. പ്രൈസ് ഗോഡ്. ഇനി ദൈവം എനിക്ക് തന്ന ദൂതിലേക്ക് ഞാൻ കടക്കുകയാണ്. അമാല്യക്കനായ ഹാമാൻ എന്ന് എസ്തറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല എഴുതിയത്. ആഗാഗ്യനായ ഹാമാൻ എന്നാണ്. 1 ശമൂവേൽ 15-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ശൗലിനെ ദൈവം അഭിഷേകം ചെയ്ത് അമാല്യക്കിനെ നിർമൂലമാക്കുവാൻ വേണ്ടിയുള്ള അഭിഷേകമാണ് ദൈവം കൊടുത്തത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ, പഴയ നിയമത്തിൽ ഓരോരുത്തരെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ അതിന് ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു, ഓരോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ശിംശോനെ അഭിഷേകം ചെയ്തത് ഫെലിസ്തീനെ തകർക്കാനായിരുന്നു. ശൗലിനെ അഭിഷേകം ചെയ്തത് അമാല്യക്കിനെ തകർക്കാനായിരുന്നു. ഓരോരുത്തരെ അഭിഷേകം ചെയ്തതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ തൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയി അമാല്യക്ക് രാജാവായ ആഗാഗിനെ ജീവനോടെ വെച്ചു. അതുകൊണ്ടാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ അമാല്യക്കൻ എഴുന്നേറ്റ് വരുന്നത് ഹാമാൻ്റെ പേരെടുത്ത്. തിരിച്ചറിയുക, നിർമൂലമാക്കാൻ പറയുന്ന ശക്തികളെ നിർമൂലമാക്കണം, വെച്ച് പുലർത്തരുത്.
നിർമൂലമാക്കണം. ഇനി ഹാമാന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഞാൻ പ്രസംഗിക്കാതെ നിങ്ങൾക്കറിയാം. അമലേക്കിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചില ഡിക്ലറേഷൻസ് ഉണ്ട്. എൻ്റെ കർത്താവ് കുറച്ച് വിളംബര പ്രഖ്യാപനം ചെയ്ത ചില വചനങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, ഒന്ന് തുറക്കാമോ? പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ അമലേക്കിനെ കുറിച്ച് സർവശക്തനാകുന്ന ദൈവം പറയുന്ന ചില പ്രത്യേക പദപ്രയോഗങ്ങൾ, അത് വായിക്കുമ്പോഴാണ് എത്രമാത്രം ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി അമാലേക്കിൻ്റെ പവർ വെളിപ്പെട്ടു എന്ന് ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. 17-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, ലാസ്റ്റ് വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. ആ വചനം ഒന്ന് നോക്കിക്കേ. അമാലേക്കിനോട് ദൈവത്തിന് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ 17-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന റെഫീദീമിൽ വെച്ച് അമലേക്കൻ വന്ന് യുദ്ധം ചെയ്തു. ആ യുദ്ധം നടക്കുന്ന സമയത്ത് മോസസ് എങ്ങനെയാ ജയിച്ചെന്നറിയാമോ? യുദ്ധത്തിന് വേണ്ടി പട പൊരുതുവാൻ ജോഷുവായെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് മോസസ് നേരെ ഒരു കൊച്ചു മലയുടെ മുകളിലേക്ക് കയറി. മോശ തൻ്റെ 2 കരവും ഉയർത്തിപ്പിടിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇതെന്തൊരു യുദ്ധതന്ത്രമാണ്! കര ഉയർത്തുമ്പോൾ പടവെട്ടി കയറുന്ന സൈന്യത്തിന് കരുത്തു പകരുന്നൊരു ദൈവശക്തി. പാസ്റ്റർ ജി ഇവിടെ പല പ്രാവശ്യം അനൗൺസ് ചെയ്തു, 2 കരം ഉയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്താ കാര്യം? നിന്റെ കരത്തിലൊരു അഭിഷേകമുണ്ട്. നീ ക്യാരി ചെയ്യുന്ന ദൈവകൃപ, നീ കര ഉയർത്തുമ്പോൾ അത് പുറപ്പെട്ടു വരികയാണ്. 2026 നിന്റെ കരം ഉയർന്നിരിക്കുക. നിന്റെ കരത്തിനും മീതെ ഒരു അന്ധകാര ശക്തി പറക്കാൻ അനുവദിക്കാതെ വണ്ണം നിന്റെ കരത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്നോട് ചേർന്ന 2 കരവും ഉയർത്തിപ്പിടിച്ച ദൈവസന്നിധിയിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഒരു നന്ദി പറഞ്ഞേ കർത്താവിന്. ആമേൻ. നമുക്ക് അധിക സമയം കൈ ഉയർത്തിപ്പിടിക്കാൻ ഒക്കുകയില്ല. സെയിം മോസസിനും അങ്ങനെ തന്നെ. മോശയുടെ കൈ താന്നു വരുമ്പോ ഇസ്രായേൽ പരാജയപ്പെടും, അമാലേക്ക് ജയിക്കും. വളരെ പെട്ടെന്ന് 2 പേരെ കൊച്ചുമൊട്ടക്കുന്നിലേക്ക് ചാടി കയറി അപ്പറയും ഇപ്പറയും അഹരോനും ഹൂരും 2 സൈഡിലെയും കൈ അങ്ങോട്ട് താങ്ങാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇപ്പം നിങ്ങൾ നോക്കിയ കൊച്ചു കുന്നിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 3 പേരെ കാണാം. നടുവിൽ മോസസ്, ഇടവും വലവും അഹരോനും ഹൂരും. നിങ്ങൾ ഇനി കാൽവറി മലയുടെ മുകളിലേക്ക് നോക്ക്. അവിടെ നിങ്ങൾക്ക് 3 പേരെ കാണാം. നടുവിൽ നസ്രായനായ യേശു, ഇടവും വലവും പരിഹസിക്കുന്ന 2 കള്ളന്മാർ. പുറപ്പാട് 17 നോക്കൂ. നടുവിൽ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. കാൽവറിയിലേക്ക് നോക്കൂ. നടുവിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. പുറപ്പാട് 17 നോക്കൂ. ഇടവും വലവും ഉള്ളവർ താങ്ങുകയാ, സഹായിക്കുകയാ. കാൽവറി മലയുടെ മുകളിലേക്ക് നോക്കൂ. ഇടവും വലവും ഉള്ളവർ പരിഹസിക്കുകയാ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനെ. ഒരു കാരണവശാലും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ കൈ താന്നില്ല. അവസാനത്തെ ജയഭേരി മുഴങ്ങുന്നത് വരെ ആ ആണികളിൽ കരങ്ങൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു. സഹായത്തിന് ആരുമില്ലായിരുന്നു, ഒത്താശ ചെയ്യാൻ ആരുമില്ലായിരുന്നു, അവനെ ഒന്ന് താങ്ങിക്കൊടുക്കാൻ ഒരു കൈ താങ്ങാൻ ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് കാട്ടുമരം ചുമന്നവൻ കൈകെട്ടി തല്ലുകൊള്ളുമ്പോൾ ഉപ്പും വിനാഗിരിയും ചേർത്തുണ്ടാക്കിയ ലായനിയിൽ ചാട്ടവാറിട്ട് പട്ടാളക്കാർ തല്ലിക്കീറുമ്പോൾ ആ വേദന അതിസാന്ദ്രമായിരുന്നു, അതികഠിനമായിരുന്നു. ഒറ്റയ്ക്കവൻ ആ വേദന അനുഭവിച്ചു.
തലയിൽ മുൾക്കിരീടം ആഴ്ന്നിറങ്ങുമ്പോൾ, കാട്ടുമരം ആ പുറത്തെടുത്ത് വെച്ച് വീണും എഴുന്നേറ്റും നടക്കുമ്പോൾ ഒരു കൈ താങ്ങാനില്ലായിരുന്നു, ആരുടെയും സഹായം അവൻ ആവശ്യമില്ലായിരുന്നു. ഇന്ന് പകൽ ആലയത്തിൻ്റെ അകത്ത് വന്ന ആയിരക്കണക്കിന് ജനത്തോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, ഒറ്റയ്ക്ക് അവനത് ചുമക്കാൻ കാര്യം എന്നെ ഓർത്തിട്ടാണ്, നിങ്ങളെ ഓർത്തിട്ടാണ്. യെസ്, ഈ ജനത്തെ ഓർത്തിട്ട്, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള 141 കോടി ജനത്തെ ഓർത്തിട്ട്, ഉലകത്തിലുള്ള മുഴുവൻ ജനത്തെ ഓർത്തവൻ ഒറ്റയ്ക്കത് ചുമന്നെങ്കിൽ ഒരു സ്തോത്രം. ആ കൈയൊന്നുയർത്തി അവന് പറയാൻ, നന്മയുള്ള ഹൃദയമാണ് ദൈവം തന്നതെങ്കിൽ കമാൻ ഒരു നന്ദി പറ ദൈവത്തിന്. താങ്ക് യു ലോർഡ്. എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോ പുളിച്ച വീഞ്ഞില് സ്പോഞ്ച് മുക്കി ഓടത്തണ്ടിന്മേലാക്കി കുടിക്കാൻ കൊടുത്തു. കയ്പായക്കയാൽ അവൻ കുടിച്ചില്ല. അതെ, അവൻ്റെ ദാഹം എനിക്ക് വേണ്ടിയായിരുന്നു. അവൻ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടി ദാഹിക്കുകയായിരുന്നു. സഹോദര, ഭൂമിയിൽ നിങ്ങളെന്ന ഒറ്റയാൾ മാത്രമേ പാപിയായിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ നസറായൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്രൂശിക്കപ്പെട്ടേനെ. കുമരകത്ത് ആമീൻ 3-ാം വാർഡില് ഇടച്ചിറ വീട്ടിൽ E.J. ജോസഫിന്റെ മകൻ സാം ജോസഫ് എന്ന ഞാൻ മാത്രമേ ഭൂമിയിൽ പാപിയായി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ പങ്കപ്പാട് മുഴുവൻ ഞാൻ എന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടി എൻ്റെ യേശു സഹിച്ചേനെ. അതായിരുന്നു നിത്യതയുടെ നിയമ. എൻ്റെ ആമീൻ ആർക്കും കൊടുത്തു വിട്ടുവാൻ കഴിയാത്ത പാപത്തിൻ്റെ കടം ദൈവനീതിക്ക് വേണ്ടി ചങ്കിലെ ചോര മറുവിലയായി കെട്ടിവെച്ച് എന്നെ വിടുവിച്ച യേശുവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? മുൾക്കിരീടം സൂട്ടപ്പെട്ട തലയെ പാർത്തേ, പൊൻകിരീടം സൂട്ടി നാനും പുകഴ്ന്നിടുവേ. വാരിനാൽ അടിപ്പെട്ട മുതുകെ പാർത്തേ, വാരിനാൽ അടിപ്പെട്ട മുതുകെ പാർത്തേ. ഒവ്വൊരു കായങ്ങളാൽ മുത്തം ചെയ്വേ, ഒവ്വൊരു കായങ്ങളാൽ മുത്തം ചെയ്വേ. ഇമ്പ യേശു രാജാവേ நான் பார்த்தால் போதும், மகிமையில் அவரோடு நான் வாழ்ந்தால் போதும். கமான், இன்ப യേശു രാജാവേ நான் பார்த்தால் போதும், மகிமையில் அவரோடு நான் வாழ்ந்தாൽ പോതും. One more time. മുൾക്കിരീടം, മുൾക്കിരീടം. അക്കരങ്ങളൊന്ന് ചേർത്തടിച്ച് ക്രൂശിക്കപ്പെട്ട നസറായൻ, നമ്മെ ബലത്തോടെ ഇരുത്തിയ നസറായൻ, അവന്റെ മുമ്പിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പാടിക്കേ. കമാൻ, മുൾക്കിരീടം സൂട്ടപ്പെട്ട തലയെ പാർത്തേ, പൊൻകിരീടം സൂട്ടിനാനും പുകഴ്ന്നിടുവേ. വാരിനാൽ അടിപ്പെട്ട മുതുകെ പാർത്ത്, വാരിനാൽ അടിപ്പെട്ട മുതുകെ പാർത്ത്. ഒവ്വൊരു കായങ്ങളാൽ മുത്തം ചെയ്വേ, ഒവ്വൊരു കായങ്ങളാൽ മുത്തം ചെയ്വേ. ഇമ്പ യേശു രാജാവേ பார்த்தால் போதும், மகிமையில் அவரோடு நான் வாழ்ந்தால் போதும். ஓ இன்ப യേശു രാജാവേ അവരോട് வாழ்ந்தாൽ പോതും. ഹല്ലേലൂയ. മലയാളത്തിൽ അതിന്റെ വരിക്കിലൊരു എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ തൊട്ടൊരു വരിയുണ്ട്. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിർത്തേണമേ വിശുദ്ധാത്മാവിനാൽ, നിർത്തേണമേ വിശുദ്ധാത്മാവിനാൽ.
പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി. പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി. ഓ യേശു രാജാവേ പാടിയപ്പോൾ നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷം ഞാനൊന്ന് കണ്ടേ. എന്തൊരു ആനന്ദമാണ്. അപ്പൊ സ്വർഗത്തിലെ എല്ലാ ഭാഷക്കാരും കൂടി ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ പാടുമ്പോ എന്നെ സന്തോഷമായിരിക്കും. Come on, കര ഉയർത്തി ഹല്ലേലൂയ. പോരാ, one more time ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനെ സഹായിക്കാൻ രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം. പക്ഷെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് അവൻ ക്രൂശെടുക്കുകയായിരുന്നു. ഈ അമാലേക്കിനോട് ബന്ധപ്പെട്ട് 17-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്ന ഡിക്ലറേഷനാണ്. ജയമെല്ലാം കഴിഞ്ഞൊരു യാഗപീഠമൊക്കെ പണിത് യഹോവയുടെ കൊടിയെല്ലാം നാട്ടിയിട്ട് തമ്പുരാൻ പറയുക, ഫ്രം ജനറേഷൻ ആൻഡ് ടു ജനറേഷൻ, തലമുറയായി എനിക്ക് അമാലേക്കിനോട് യുദ്ധമുണ്ട്. എന്താ ദൈവം അങ്ങനെ ഒരു ജാതിയെക്കുറിച്ച് പറയാൻ കാര്യം? ദൈവം സ്നേഹസമ്പന്നനായ ദൈവമല്ലേ? പക്ഷെ അമാലേക്കിനോട് എനിക്ക് തലമുറയായി യുദ്ധമുണ്ട്. മാത്രമല്ല പുറപ്പാട് പുസ്തകം ആ വാക്യം അവസാന വാക്യം ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. ഒരിക്കൽ കൂടി 17 സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. സത്യം ചെയ്താ പറയണേ, കട്ടായം. അതിനപ്പുറത്തൊരു അപ്പീല് പോകാനില്ല. പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാൻ കരുത്തുള്ളവൻ അരുളി ചെയ്യുന്നു. സത്യമിട്ട് പറയുക, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട്. തലമുറയ്ക്കുള്ള സന്ദേശമാണിത്. ജനറേഷനുള്ള സന്ദേശമാണിത്. നിന്റെ തലമുറയെ തൊടുന്ന ദിവസമാണിത്. അടുത്ത തലമുറ ജനിക്കുന്ന വർഷമാണിത്. ഒരു വ്യക്തിയെയും കൂടി നേടുന്ന വർഷമാണിത്. ഒരു വ്യക്തിയെയും കൂടി നേടുന്ന വർഷമാണിത്. ഒരു വ്യക്തി ഒരാളെയും കൂടി രക്ഷയിലേക്ക് നയിക്കുക. ഒരു വ്യക്തി ഒരാളെയും കൂടി സ്നാനത്തിലേക്ക് നയിക്കുക. ഒരു വ്യക്തിയെയും കൂടി പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നയിച്ച് നീ ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് അകത്ത് കൊണ്ടുവന്ന് നിന്റെ ഒപ്പം ഇരുത്തി ഒന്നിച്ചപ്പം നുറുക്കുന്ന വർഷമാണിതെന്ന് നിങ്ങളുടെ അഭിഷിക്തൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദൈവദാസന്മാർ, ദൈവമക്കൾ അഭിമാനത്തോടും അഭിഷേകത്തോടും പിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ട് കരമടിച്ച് രാവിലെ ദൈവത്തിന് സ്തോത്രം പറ. ചില ആഴ്ചകൾ കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റൊരാത്മാവും കൂടി ഉണ്ടായിരിക്കുക. ചില ആഴ്ചകൾ കഴിയുമ്പോൾ നിങ്ങളുടെ അടുക്കൽ കർത്തൃമേശയ്ക്ക് മറ്റൊരാൾ കൂടി ഉണ്ടായിരിക്കുക. അതായത് വേറെ ആരും കൊണ്ടുവന്നതല്ല, നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ. ആർ യു റെഡി നൗ? കമോൺ, എത്ര പേർക്ക് അത് വിശ്വസിച്ച് പറയാൻ കഴിയുക? എന്നോട് ചേർന്ന് കരമുയർത്തി പറ, എൻ്റെ ഒപ്പ പുതിയൊരാത്മാവിനെയും കൂടി ഞാൻ കൊണ്ടുവരുന്ന സമയം വരികയാ. ഞാൻ ഒറ്റയ്ക്കല്ല. കമോൺ, കര ഉയർത്തി പറ, ഞാൻ ഒറ്റയ്ക്കല്ല, പുതിയൊരാത്മാവിനെ കൂടി. ഹല്ലേലൂയ. തലമുറ ജനിക്കുന്നതിന് എതിരെ വെളിപ്പെടാൻ സാധ്യതയുള്ള അമാലേക്കിനെയും അവൻ്റെ തലമുറകളെയും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്ന ദൈവം. ഇനി എന്താ ദൈവം അങ്ങനെ അമാലേക്കിനെതിരെ വിധി തീർപ്പ് നടത്താൻ കാര്യം? അതോടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വാക്യം കൂടി വായിച്ച് നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കാം. ആവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്രോണോമി, ചാപ്റ്റർ 25, 25-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യം പരസ്യമായി വായിച്ചു കേൾപ്പിക്കും. ആവർത്തനം 25, 17 മുതൽ 19 വരെ. നിങ്ങൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ സംഭവം
ആവർത്തനത്തിൽ കർത്താവ് ഓർപ്പിച്ച് ആവർത്തിക്കുകയാണ്. ആവർത്തനമെന്നുള്ള മലയാള പദത്തിൻ്റെ അർത്ഥം തന്നെ ആവർത്തനമെന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ അത് ആവർത്തിച്ച് പറയുകയാണ്. നമുക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് അല്ല ആവർത്തനവും ഇഷ്ടമല്ല, ആവർത്തന പുസ്തകത്തിൽ ഇഷ്ടമല്ല. കാര്യം ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദമുണ്ട്, മറക്കരുത്. വന്ന വഴി മറക്കരുത്, ചെങ്കടൽ മുറിച്ച് നടത്തിയത് മറക്കരുത്, 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 മന്ന പൊഴിച്ചത് മറക്കരുത്, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് മറക്കരുത്. കമോൺ, ചേർന്ന് പറ, മറക്കരുത്. ഇനി വായിക്കുക. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോ അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. അപ്പൊ അമാലേക്കിന്റെ പ്രധാനപ്പെട്ട 2 സ്വഭാവങ്ങളിൽ ഒന്നാണ്, അവൻ ഫേസ് ടു ഫേസ് യുദ്ധത്തിന് വരില്ല, പിമ്പിൽ കൂടി വന്ന് പിന്നണിയിലുള്ള ബലഹീനരെ അവൻ നോട്ടമിടും. ഇതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ ഒന്ന്. 2 പ്രത്യേകതകളാണ് അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. അതിലൊന്ന്, ബലഹീനരെ അവൻ തപ്പിത്തെരഞ്ഞ് ഉപദ്രവിക്കും. തിരിച്ചറിയുക, പിശാച് എപ്പോഴും ആത്മീയത്തിൽ ബലഹീനരെ തപ്പിയാ നടക്കണേ. ബലമുള്ളവനെതിരെ അവൻ ഫേസ് ടു ഫേസ് ആയിട്ട് വരാതെ അവൻ്റെ കൂടെയുള്ള ബലഹീനരിൽ കൂടി അവൻ അകത്തേക്ക് നുഴഞ്ഞുകയറ്റം നടത്തും. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വചനം കൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യുക. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അത്യന്ത ശക്തി. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അത്യന്ത ശക്തി വ്യാപരിക്കുമ്പോൾ നിന്നെ പിമ്പിൽ നിന്ന് ഉപദ്രവിക്കാൻ കഴിയില്ല. പാമ്പിൻ്റെ വിഷം തലയിലും തേളിൻ്റെ വിഷം വാലിലുമാണ്. പാമ്പ് മുമ്പിൽ നിന്ന് കൊത്തുമ്പോൾ തേള് പുറകിൽ നിന്ന് ഉപദ്രവിക്കുകയാ. തേളിൻ്റെ വിഷം വാലിലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. പിശാചെ മുമ്പിന്ന് കൊത്തിയാലും പിമ്പിന്ന് കൊത്തിയാലും ചവിട്ടാനുള്ളൊരു അഭിഷേകം യേശു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ലൈസൻസ് ഉള്ള ദൈവമക്കളാണ് ഇന്ന് രാവിലെ ഇവിടെ സ്തോത്രം ചെയ്യുന്നത്. ലൈസൻസ് കിട്ടിയ ദൈവമക്കൾ, പാമ്പിനെയും തേളിനെയും ചവിട്ടാൻ ലൈസൻസ് കിട്ടിയ ദൈവമക്കൾ. പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ലൈസൻസ് ഉള്ള ദൈവമക്കൾ. ആമേൻ. ലൈസൻസ് മാത്രമല്ല തന്നേ, ഗ്യാരണ്ടിയും കൂടി തന്നിട്ടാണ് ആ വചനം അവസാനിക്കുന്നത്. ഗ്യാരണ്ടിയും കൂടി തന്നു. എന്താ ഗ്യാരണ്ടി എന്നറിയാമോ? ഒന്നും നിനക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഗ്യാരണ്ടിയാണ്. ആ വാക്യം മൊത്തം വായിച്ചാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിനക്ക് ദോഷം വരുത്തുകയില്ല. ഇപ്പം ലൈസൻസും തന്നു, ഗ്യാരണ്ടിയും തന്നു. പറ, ലൈസൻസും തന്നു, ഗ്യാരണ്ടിയും തന്നു. പറയുന്നേ, ലൈസൻസും തന്നു, ഗ്യാരണ്ടിയും തന്നു. ആത്മാക്കളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രണ്ടിൽ നിന്ന് പോരാടുന്ന പാമ്പിനെ ചവിട്ടാനുള്ള ലൈസൻസ്. ആത്മാക്കളെ തടഞ്ഞു വെക്കത്തക്കവണ്ണം ഫ്രണ്ടിൽ കാണാതെ ബാക്കിൽ കൂടി പോരാടുന്ന, ആരും അറിയാത്ത റൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആഭിചാരങ്ങളെയും മന്ത്രവാദങ്ങളെയും ക്ഷുദ്രപ്രയോഗങ്ങളെയും പൈശാചിക സ്പിരിറ്റുകളെ ചവിട്ടാനുള്ള ലൈസൻസ് കർത്താവ് തന്നിട്ട് പറയുകയാ, ആമേൻ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒന്നും നിനക്ക് ദോഷം വരുത്തുക ഇല്ല. കമാൺ. ഒന്നും നിനക്ക് ദോഷം വരുത്തുക ഇല്ല. കമാൺ. ഒന്നും എനിക്ക് ദോഷം വരുത്തുകയില്ല. ഗ്യാരണ്ടിയാണ്. ഇനി രണ്ടാമത്തെ അമാലേക്കിന്റെ ദൈവസഭ ഇപ്പോൾ കയ്യിലെടുത്ത് തകർക്കാൻ പരിശുദ്ധാത്മാവ് നിർബന്ധം പറയുന്ന ഒരു വചനം. അതാണ് കർത്താവിന്റെ ദാസൻ ഇവിടെ ഒരാത്മാവിന് വേണ്ടിയുള്ള ഞരക്കം, ആത്മാവിനെ ഒരു വ്യക്തിയും കൂടി ഒരു ആത്മാവിനെ നേടാൻ വേണ്ടിയുള്ള ഹൃദയത്തിലെ വാഞ്ച നിങ്ങളോട് കൈമാറുവാൻ വേണ്ടിയുള്ള കാരണവും കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ നേരത്തെ തുറന്നിരുന്നു. ഒരിക്കൽ കൂടി തുറക്കാമോ? ഒരിക്കൽ കൂടി തുറക്കുക. ആഗാഗിനെ, ഇല്ലെങ്കിൽ അമാലേക്ക് രാജാവിനെ ജീവനോടെ വെച്ചു. ഇനി 15-ാം അധ്യായം 32-ാമത്തെ വാക്യം മുതൽ വായിച്ച്. 32. അനന്തരം ശമൂവേൽ
അമാല്യക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് കൽപ്പിച്ചു. ശമൂവേൽ പറയുകയാണ്, അമാല്യക്ക് രാജാവായ ആഗാഗിനെ എന്റെ അടുത്ത് കൊണ്ടുവരിക. അതെ, ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. ആഗാഗ് വളരെ ചിരിച്ചും സന്തോഷത്തോടും കൂടി വരികയാ. കാര്യം അമാല്യക്കരെ ഒരു പരിധി വരെ ശൗല് കൊന്നിരുന്നു. ബാക്കിയുള്ളത് രാജാവാണ്, പിന്നെ കുറച്ച് വ്യക്തികൾ, ഇത്രയും പേരേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ കൊല്ലത്തില്ല എന്നുള്ള സന്തോഷത്തോടുകൂടെ ആഗാഗ് ശമൂവേലിന്റെ അടുക്കിലേക്ക് വരികയാണ്. അതെ, മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. ആഗാഗ് മനസ്സിൽ ചിന്തിച്ചത് പറയുക, എന്റെ മരണഭീതി മാറിപ്പോയി. കാര്യം രാജാവോ എന്നെ കൊന്നില്ല, ശമൂവേൽ ഒരു പ്രോഫറ്റാ, പ്രവാചകനാ, എന്നെ ജീവനോടെ വെക്കുമെന്ന് പറഞ്ഞ് മരണഭീതി മാറി എന്ന് പറഞ്ഞ് ആഗാഗ് ശമൂവേലിന്റെ അടുത്ത് വരികയാണ്. അടുത്ത വാക്യം, നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ. ശമൂവേൽ പറയുക, ആഗാഗ്, നിന്റെ വാള് സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവൾ ആകുമെന്ന് ശമൂവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ്, ആ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആഗാഗ് എന്ന അമാല്യക്യ രാജാവിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളയുന്നതിന് മുമ്പ് ശമൂവേൽ എന്ന പ്രവാചകൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. എന്താ പറയുന്നറിയാമോ? നിന്റെ വാള് സ്ത്രീകൾക്ക് മക്കളെ ഇല്ലാതാക്കിയതുപോലെ. ഓർക്കുക, അമാല്യക്കിന്റെ പവർ എന്താണെന്നറിയാമോ? അടുത്ത തലമുറ ജനിക്കാതിരിക്കാൻ മാക്സിമം ഫൈറ്റ് ചെയ്യുന്നവനാണ് അമാല്യക്കൻ. നിന്റെ സ്ത്രീകൾക്ക് മക്കൾ ഉണ്ടാകരുത്, അടുത്ത തലമുറ ഉണ്ടാകാതിരിക്കേണ്ടതിനായി മാക്സിമം പോരാടുന്ന ഒരു ശക്തി. ഇത് കണ്ടുപിടിച്ചത് ശമൂവേൽ എന്ന പ്രവാചകനാണ്. ഇന്ന് പകലത്തെ സെഷനിൽ ഒരു പ്രവചനാത്മകമായ തലം ഇവിടെ പരിശുദ്ധമാവ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു പ്രൊഫറ്റിക് റിലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇരട്ടി ആത്മാക്കളെ സഭ പ്രസവിക്കാൻ സമയമായി. പക്ഷേ അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന അമാല്യക്യ പവറിനെ ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ ഇന്ന് രാവിലെ ദൈവമക്കൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്ന പകലാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ അമാല്യക്കിൻ്റെ ശക്തിയെ ക്യാൻസൽ ചെയ്തിട്ട് പറയണം, അടുത്ത ജനറേഷൻ ജനിക്കാൻ പോകുകയാ. തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വായിക്കുന്നുണ്ട്, ഓർമ്മ പോലും, ആവർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഓർമ്മ പോലും മാറ്റിക്കളഞ്ഞു. ഓർമ്മയില്ലാതെയാക്കി. അതാണ് എസ്തേറിന്റെ പുസ്തകം. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് ഹാമാൻ. അമാലേക്കിന്റെ അവസാനത്തെ ആളാണ് ഹാമാൻ. അവൻ എസ്തേറിന്റെ പുസ്തകത്തിൽ തലപൊക്കി അഹശ്വേരോഷിന്റെ മുദ്രമോതിരം കൊണ്ട് യഹൂദ ജനതയെ മുഴുവൻ കൊന്നു മുടിക്കാൻ വേണ്ടി അവൻ തന്റെ പ്ലാൻ ഇട്ടപ്പോ തമ്പുരാൻ ഒരു ദൈവദാസനെ അന്തഃപുരത്തിന് പുറത്തും ഒരു ദൈവദാസിയെ അരമനയ്ക്കകത്തും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചവരാ ഞാനും നിങ്ങളും. ദൈവം നമ്മോട് പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരു സ്ഥാനത്തു നിന്ന് രക്ഷയും ഉദ്ധാരണം ഉണ്ടാകും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇതിനായിട്ടല്ലോ കർത്താവ് നമ്മെ ഈ ആത്മരാജ്യത്തിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. തിരിച്ചറിയുക, ആഗാഗ്യനെ അമാല്യക്യനെ വെച്ച് പുലർത്തരുത്, ക്യാൻസൽ ചെയ്യണം. അതിന് എസ്തേർ കണ്ടുപിടിച്ച സംഭവം എന്താണെന്നറിയാമോ? ഒരു വിരുന്നുണ്ടാക്കുക, ഒരു സദ്യ, ഒരു പന്തി ഭോജനം. ഇന്ന് ദൈവസഭയുടെ ആത്മാവിൻ്റെ പന്തി ഭോജനത്തിൽ സഭ വന്നിരിക്കുകയാ. ഇവിടെ നിങ്ങൾ ആഗാഗിനെ കണ്ടുപിടിക്കണം. തലമുറകളെ ഇല്ലാതെയാക്കുന്ന പൈശാചിക ശക്തിയെ ബ്രേക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം. അടുത്തടുത്തിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കരങ്ങളെ കോർത്ത് പിടിച്ചാട്ടെ. എന്നിട്ട് നാം ഒരുമിച്ച് ചേർന്ന് ഇരുന്നു കൊണ്ടൊന്ന് സ്തോത്രം ചെയ്യാൻ പോകുകയാ. കൈ കോർത്ത് പിടിച്ച അന്യഭാഷകൾ പറഞ്ഞ് അന്യഭാഷയുടെ ശബ്ദം ഉയരണം. എന്നിട്ട് എനിക്കൊരാത്മാവിനെ നേടാൻ തടസ്സമായി, എനിക്കൊരാത്മാവിനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തടസ്സമായി, എനിക്കൊരാത്മാവിനെ സ്നാനത്തിലേക്ക് നാം നയിക്കുവാൻ തടസ്സമായി, ഞാൻ കൊണ്ടുവന്ന വ്യക്തി പരിശുദ്ധാത്മാവിലേക്ക് നയിക്കുവാൻ തടസ്സമായി, ഒരു പുതിയ ആത്മാവും കൂടി ജനിക്കുവാൻ തടസ്സമായി. പാറശാലയിൽ, കളിയിക്കാവിളയിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ, മാർത്താണ്ഡ
കേരളത്തിൽ, തിരുവനന്തപുരം ജില്ലയിൽ, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയൊക്കെ അമാല്യക്ക് പതിയിരിക്കുന്നത്, ഞങ്ങൾ ഇത്രയും പേർ കൈ കോർത്ത് പിടിച്ച് അന്യഭാഷയിൽ അല്പസമയം പ്രാർത്ഥിക്കൂ. ശബ്ദമുയർത്തി കേൾക്കട്ടെ. നിങ്ങളുടെ കൈക്ക് പിടിച്ച വ്യക്തി നിങ്ങളുടെ അന്യഭാഷ കേൾക്കട്ടെ. മങ്ങി മയങ്ങിയിരിക്കാതെ ശബ്ദമുയർത്തി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ സഭ ഗർജിക്കുകയാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കമാൺ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. റമ ശഖ ലാഠ ഗംറ ഹസ്തലയ ബഖന ഹസ്ത ബഹദരിക ബൗഷി അംതാലിയബ അർത്ഥ ബഹൽകി മഹസ്തനാദരി അർക്ക ബലഹദരഗബ. എല്ലാ വന്ധ്യതയുടെ ആത്മാവിനെയും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഒരാത്മാവിനെ നേടാത്ത വിശ്വാസി വന്ധ്യതയുടെ സ്പിരിറ്റിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാ. ഒരാത്മാവിനെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ കഴിയാത്തൊരു ദൈവദാസൻ വന്ധ്യതയാ, വന്ധ്യതയാ, വന്ധ്യതയാ. വന്ധ്യത ശാപം പോലെ നിന്നെ പിടിച്ചിരിക്കുകയാ. വന്ധ്യത ശാപം പോലെ പിടിച്ചിരിക്കുകയാ. ആ ശാപം കൊണ്ടിട്ടത് അമാലേക്കാണ്. കൈ കോർത്ത് പിടിച്ച ശാപങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാ. ഇന്ന് മുതൽ വന്ധ്യത മാറുകയാണ്. ആത്മാക്കൾ പ്രസവിക്കപ്പെടുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ അമാലേക്ക് ശക്തിയെ ക്യാൻസൽ ചെയ്യുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഡിക്ലെയർ ചെയ്യുന്നു, ഹാമാനെ കഴുമരത്തിൽ തൂക്കുക മാത്രമല്ല, ഫ്രം ജനറേഷൻ ആൻഡ് ടു ജനറേഷൻ, തലമുറയായി യുദ്ധമുണ്ടെന്ന് പറഞ്ഞ ദൈവ ഹാമാന്റെ തലമുറകളെ കഴുമരത്തിൽ തൂക്കിയെങ്കിൽ, ഓർമ്മ പോലും മാറ്റിക്കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് കമാൻഡ് ചെയ്യുന്നു, തലമുറ ജനിക്കട്ടെ. ഈ ജനത്തിന്റെ ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒന്ന് വഴി മാറിപ്പോയെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാ. ഏതെങ്കിലും ഒന്നിന്റെ എഡ്യൂക്കേഷനെ പിശാച് തടഞ്ഞെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാ. ഏതെങ്കിലും ഒന്നിന്റെ ആത്മീക ജീവിതത്തെ പിശാച് പിടിച്ചെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാ. നീ കൊണ്ടുപോയതെല്ലാം 7 മടങ്ങ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാ. നീ ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.